മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വഖഫ് ബോർഡ്. അപ്പോൾ സർക്കാരിന് തിരിച്ചടിയാവുമോ ഈ ജുഡീഷ്യൽ കമ്മീഷന് എന്തെങ്കിലും നിയമസാധ്യത ഉണ്ടാവുമോ? സാധാരണ നിലയ്ക്ക് ജുഡീഷ്യൽ കമ്മീഷനുകൾ വരുന്നത് നിയമപരമോ അല്ലെങ്കിൽ വസ്തുതാപരമോ ആയിട്ടുള്ളൊരു വിഷയം അന്വേഷിക്കാനാണ്. സർക്കാരുകൾ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം കൊണ്ടുവരുന്നതും കമ്മീഷനുകൾ അതനുസരിച്ചുള്ള അന്വേഷണം നടത്തുന്നതും രേഖകൾ പരിശോധിക്കുന്നതും ഏതാണ്ട് ഒരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി എന്നുള്ള നിലക്കാണ് കമ്മീഷനുകളെല്ലാം പ്രവർത്തിക്കുന്നതും അധികാരവും അങ്ങനെ തന്നെയാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു അധികാരത്തോടു കൂടി വഖഫ് ഭൂമി എന്നുള്ള തർക്കവുമായി നിലനിൽക്കുന്ന ഏതാണ്ട് 404 ഏക്കർ വരുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുനമ്പത്തെ വിഷയത്തിൽ ഏതാണ്ട് 600ഓളം കുടുംബങ്ങളെ 600-ലധികം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ഒരു കമ്മീഷൻ തീരുമാനിക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള കോടതി പല ഘട്ടങ്ങളിലെ പരിശോധിച്ചിട്ടുള്ള വിഷയമാണ്. മുനമ്പം കമ്മീഷന് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അടങ്ങുന്ന കമ്മീഷന് ഇടതുപക്ഷ സർക്കാർ നിശ്ചയിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് കൊണ്ടുവരുന്നതും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. യഥാർത്ഥത്തിൽ മുനമ്പം തർക്കഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ആവശ്യങ്ങളെല്ലാം സിവിൽ കോടതിയിൽ കേസുകൾ നടന്ന് അതെല്ലാം നിരാകരിക്കപ്പെട്ട് അത് ലാൻഡ് ഓണേഴ്സിൻ്റെ, അതായത് ആ സ്ഥലത്ത് ആർക്കാണോ ഓണർഷിപ്പ് ഉള്ളത് അവരുടെ ഓണർഷിപ്പിൻ്റെ ഭാഗമായി അവർക്കുള്ള ഭൂമിയാണ് എന്ന് കിട്ടിയിട്ടുള്ളൊരു ഭൂമിയാണ്. അതിനെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ളൊരു വിഷയം തീർക്കേണ്ടത് സർക്കാരാണ്. സ്വാഭാവികമായും വഖഫ് ഭൂമി എന്നുള്ള നിലക്ക് വഖഫ് ബോർഡിൻ്റെ കൈവശമുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്ന ഭൂമി നേരത്തെ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതിന് മുൻപ്, വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നതിന് മുൻപ് വഖഫ് ബോർഡ് ഒരു നോട്ടീസ് അയച്ച് നടപടികൾ ആരംഭിച്ച് തങ്ങളുടെ ഭൂമിയാണ് എന്ന് ക്ലെയിം ചെയ്താൽ സ്വാഭാവികമായും അവർക്ക് കിട്ടുമായിരുന്ന അവകാശത്തെ പുതിയ വഖഫ് നിയമത്തിലെ ഭേദഗതിയോടുകൂടി റദ്ദ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതിനുള്ള അവകാശങ്ങളും അധികാരങ്ങളും വഖഫ് ബോർഡിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഒരു രാഷ്ട്രീയപരമായ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയമിക്കുന്ന സാഹചര്യമുണ്ടായത്. കമ്മീഷൻ്റെ നിയമസാധുതയേക്കാളൊക്കെ അപ്പുറത്ത് അതിൻ്റെ ഒരു സിവിൽ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു സാധുതയുടെ പ്രശ്നമുണ്ട്. കമ്മീഷനെ തീരുമാനിച്ചാൽ ഒഴിവാക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ കമ്മീഷൻ തീരുമാനിച്ചത് കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഒരു നിയമപ്രശ്നമായിരുന്നില്ല വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അത് കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവന്നതോടുകൂടി സംസ്ഥാന സർക്കാർ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ലാൻഡ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സ്ഥലം വിലക്ക് വാങ്ങിയിട്ടുള്ള ആളുകൾ, അവിടെ വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ, അവരുടെ കൈവശത്തിൽ സ്ഥലമിരിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം നിയമപരമായി അവരുടെ സിവിൽ അവകാശം എന്നുള്ള നിലക്ക് കരമടക്കുന്നതിനും സ്ഥലം അവരുടേതായിട്ട് കൈവശം വെക്കുന്നതിനും അത് അവർക്ക് വിൽപ്പനയടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള അധികാരമുള്ളതാണ്, വേണ്ടതാണ്, കൊടുക്കേണ്ടതാണ്. അതിൽ തടസ്സം നിൽക്കുന്നത് സർക്കാരിൻ്റെ കരം സ്വീകരിക്കില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരുമാനമാണ്. അതിൽ മാറ്റം വരുത്തുന്നതിന് പകരം സർക്കാർ വഖഫ് ബോർഡിനെ കൂടി സഹായിക്കുന്നതിന് വേണ്ടി അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് കമ്മീഷനെ നിയമിക്കുകയും അതിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ളത്. ഏതൊരു കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമോ ഇനി അതല്ല സർക്കാർ ഒരു വസ്തുതാന്വേഷണ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് ഒരു കമ്മീഷനെ നിയമിക്കുകയോ അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ പരിശോധിക്കാൻ മാത്രമാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ പിന്നീടുള്ള വാദം. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു റെക്കമെൻഡേഷനും സർക്കാരിന് വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റേതെങ്കിലും വിഷയത്തിലാണെങ്കിൽ ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. വഖഫ് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപരമായ നൂലാമാലകൾ, പ്രത്യേകിച്ച് വഖഫ് നിയമത്തിലെ അത് ഭേദഗതി കൊണ്ടുവരുന്നതിന് മുൻപുള്ള നിയമത്തിലെ സ്വാഭാവികമായിട്ടുമുള്ള ഒരു അവകാശവും എടുത്തു കളയാൻ ഒരു കമ്മീഷനും ഒരു സംസ്ഥാന സർക്കാരിനും അധികാരമില്ലായിരുന്നു. പക്ഷേ ഇന്നതിന് മാറ്റം വന്നിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ അധികാരിയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തീരുമാനിച്ചാൽ ആ ലാൻഡ് ടാക്സ് എടുത്തുകൊണ്ട് അവിടുത്തെ ആളുകൾക്ക് അവരുടെ റവന്യൂ അവകാശത്തിൽ പരിപൂർണമായിട്ടുള്ള അവകാശം കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. അത് സർക്കാർ ഇപ്പോഴും ഒരു ഒളിച്ചുകളി നടത്തുകയാണ് ആ വിഷയത്തിൽ. മുനമ്പത്തെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് അവരുടെ സ്ഥലവും വീടും ഒക്കെ സംരക്ഷിക്കാനും അതിൽ അവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനുമുള്ള എല്ലാ തരത്തിലുള്ള നടപടികളെയും സർക്കാർ നിരാകരിക്കുകയാണ്. ഒരു ഭാഗത്ത് സർക്കാർ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയുക, മറുഭാഗത്ത് അതിനുള്ള ഒരു അവസരവും നൽകാതിരിക്കുക, അതോടൊപ്പം തന്നെ ഒരു കമ്മീഷനെ നിയമിച്ചുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഇതിലെല്ലാം പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു പുകമറ സൃഷ്ടിക്കുക. ഇതിനപ്പുറത്തേക്ക് ഒരു സാധ്യതയും അതിനകത്തില്ല.
പിന്നെ വഖഫ് ബോർഡ് പോകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ബോർഡ് സ്വാഭാവികമായും അതിനെ എതിർക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടേതാണ് ഭൂമി എന്നുള്ള ക്ലെയിമിൽ നിന്ന് അവർ പിന്നോട്ട് പോയിട്ടില്ല. അവർ പല ഘട്ടങ്ങളിലും ഞങ്ങൾ അതിൽ കൂടുതൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ള ഒരു നിലപാട്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. ഏത് ജനത്തോടൊപ്പമാണ്? ഇരട്ടത്താപ്പ് നയമാണ്. മുനമ്പത്തെ ജനത്തോടൊപ്പമാണോ വഖഫ് ബോർഡിലെ ജനത്തോടൊപ്പമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അതിൽ ഞങ്ങൾ ജനത്തോടൊപ്പമാണ്. നല്ല സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അതിലൊരു ഇരട്ടത്താപ്പ് രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് നിയമപരമായ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയില്ല. നിയമപരമായ പ്രശ്നത്തെ പരിഹരിച്ചത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമേ അതിന് കഴിയൂ. കാരണം വഖഫ് ആക്ട് എന്നുള്ളത് സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് അതിൽ ഭേദഗതി കൊണ്ടുവരാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കേന്ദ്ര ഗവൺമെൻറ് അതിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ചു. അത് കേരളത്തിലെ മുനമ്പത്തെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുള്ള വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തരത്തിൽ നിലനിൽക്കുന്ന നൂറുകണക്കിന് കേസുകൾ, ആ കേസുകൾക്കുള്ള ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലക്കാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതിൽ അമെൻമെൻറ്റ് പബ്ലിക് ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചതിന് ശേഷം അമെൻമെൻറ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ആ അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതിന് വലിയ പശ്ചാത്തലം മുനമ്പത്തെ സമരവും മുനമ്പത്തെ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ വന്നിട്ടുണ്ട്. അത് പ്രത്യേകമായി പരിഗണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും കേന്ദ്ര ഗവൺമെൻറ് നിയമ ഭേദഗതി കൊണ്ടുവന്നതോടുകൂടി സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡിൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന, അവരുടെ നിയന്ത്രണത്തിലും അവരുടെ അവകാശത്തിലും ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്ന എല്ലാ സിവിൽ അധികാരങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അവകാശം ഉന്നയിക്കാനും അവർക്ക് അവരുടേതാണെന്ന് ഡിക്ലെയർ ചെയ്തെടുക്കാനുമുള്ള അവകാശം നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് റദ്ദ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതൊരു തെറ്റായ നടപടിയാണ് എന്ന് കോടതികൾ മാത്രമല്ല സർക്കാരിനും ബോധ്യപ്പെട്ടു. ഈ ലാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്ന വഖഫ് ബോർഡിന് യാതൊരു രേഖയും ആ ഭൂമിയിലില്ല, അവരുടെ കൈവശത്തിലില്ല. അവർ അത് കൈവശം വച്ചിരുന്ന ആളുകളല്ല. അവർക്ക് നിയമപരമായും അവരുടെ ടൈറ്റിൽ ഡീഡ് അവർക്കില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ആധാരമോ ഒരു ഡോക്യുമെൻറ്റോ അവരുടെ കയ്യിലില്ല. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് അങ്ങനെ കിട്ടി എന്നുള്ളത് വാമൊഴിയായോ ഇനി ഏതെങ്കിലും തരത്തിൽ ഡോക്യുമെൻ്റ് ആയിട്ടോ അവർക്ക് ഉണ്ട് എന്നവർ ധരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇപ്പം ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നാട്ടിലേത് പ്രോപ്പർട്ടിയും അങ്ങനെയാവാം, രാജ്യത്ത് ഏത് പ്രോപ്പർട്ടിയും അങ്ങനെ എനിക്ക് അസ്യൂം ചെയ്യാം ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന്, അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന്. പക്ഷെ അതിന് നിയമസാധ്യത ഉണ്ടാകണമെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ വേണം, രജിസ്ട്രേഷൻ വേണം, ഡീഡ് വേണം. അല്ലാത്ത എല്ലാ നടപടികളും പുതിയ ഭേദഗതിയോടുകൂടി റദ്ദ് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തെറ്റായി ഒരു റവന്യൂ അവകാശത്തെ കൈവശം വെക്കാനുള്ള നടപടിയെ, വഖഫിൻ്റെ നടപടിയെ സ്വാഭാവികമായും നിയമ ഭേദഗതിയോടുകൂടി ഇല്ലാതെയായി. അപ്പോൾ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാനുള്ള ഏതെങ്കിലും ശ്രമമുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് വഖഫ് ബോർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വിജയിക്കാൻ സാധ്യത നിലവിലെ സാഹചര്യത്തിൽ കുറവാണ്. കാരണം ഭരണഘടനാദത്തമായി ലഭിക്കാത്ത ഒരവകാശം കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിൽ അഡീഷണലായി കൊടുത്ത നിയമവിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരവകാശം, പ്രത്യേകിച്ച് സിവിൽ നിയമങ്ങളെല്ലാം നിരാകരിക്കുന്ന ഒരവകാശം, ആ അവകാശത്തെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ അമെൻമെൻറ്റോടുകൂടി കൃത്യമായി ആരാണോ ഭൂമിയുടെ അവകാശി അവരിലേക്ക് അവകാശവും അധികാരവും ലാൻഡിൻ്റെ ഓണർഷിപ്പും എല്ലാം എത്തുന്ന തരത്തിൽ നിയമ ഭേദഗതി ഉണ്ടായിട്ടുള്ളത്. അതിൽ കമ്മീഷന് പ്രത്യേകിച്ച് ഒരു വലിയ റോളൊന്നും വഹിക്കാനായിട്ടില്ല. രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇത് ആരുടേതാണ് എന്ന് സർക്കാരിന് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം. സർക്കാരിനെ റെക്കമെൻഡ് ചെയ്താലും ഒരാളുടെ ഓണർഷിപ്പിൽ ഇരിക്കുന്ന ഭൂമിയെ സംബന്ധിച്ച് അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പൊതു ആവശ്യത്തിന് വേണ്ടിയുള്ള അക്വിസിഷൻ നടപടിക്ക് വേണ്ടി അല്ലാതെ സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് വ്യക്തിയുടെ ഭരണഘടനാപരമായി ആർട്ടിക്കിൾ 300A പ്രകാരം അവർക്ക് അവരുടെ സ്വത്ത് സംരക്ഷിക്കാനും അത് കൈവശം വെക്കാനും അത് സ്വീകരിക്കാനും അത് എല്ലാ തരത്തിലും അതിൻ്റെ അവകാശങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുമുള്ള ഭരണഘടന നൽകുന്ന അവകാശത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിനെ സംസ്ഥാന സർക്കാർ നിരാകരിക്കാനും കഴിയില്ല, നിഷേധിക്കാനും കഴിയില്ല. അപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് അതിലൊന്ന് കൈകടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ വഖഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അതിനാണല്ലോ, അതിൻ്റെ പരോക്ഷമായ ശ്രമമാണല്ലോ ഈ സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോൾ. ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിഷയം എന്താണ്? ശബരിമലയിൽ സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ സർക്കാർ എടുത്ത നിലപാട് എന്താണ്? അതെ, വിശ്വാസികൾക്കെതിരായി, അതെ, ശബരിമലക്കെതിരായി ശബരിമലയെ തറക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അതിനുവേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ രാഷ്ട്രീയപരമായി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ അതിനൊരു മാർഗമായി കോടതി ഉപയോഗിക്കുക എന്നുള്ള പ്രോസസ്സാണ് ചെയ്തത്. അപ്പോൾ ഇത് തിരിച്ചടിക്കും.
ഇത് തന്നെയാണ് ഇവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് വേണം, അതല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണം വേണം, ഒരു രാഷ്ട്രീയ സംരക്ഷണം വേണം, തങ്ങൾക്ക് അവരുടെ വിഭാഗത്തിൻ്റെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെ കൊണ്ട് കോടതിയിൽ പോയി ഒരു വാദം ഉന്നയിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാടുകൾ ഇങ്ങനെയാണ് എന്ന് പറയുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായും ഇപ്പോൾ കമ്മീഷന് വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടെ അല്ലല്ലോ. രാഷ്ട്രീയപരമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു നിലപാട് അതിന് സാധൂകരണം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ രണ്ട് പക്ഷത്തുമുണ്ട്. ഞങ്ങൾ ലാൻഡ് ഓണർമാരായിട്ടുള്ള വസ്തു ഉടമകളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തും ഞങ്ങളുണ്ട്, ഞങ്ങൾ വഖഫ് ബോർഡിൻ്റെ ഭാഗത്തുമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെയൊക്കെ വെച്ച് നടപടികൾക്ക് വേണ്ടി മുന്നോട്ട് പോയത്. പക്ഷേ അങ്ങനെ ഉള്ള ഒരു സാധുത, നിയമപരമായ സാധുത അല്ലെങ്കിൽ ഭരണഘടനാപരമായ സാധുത, കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരമുള്ളൊരു സാധുത, അതിനെ നിരാകരിക്കുന്നതാണ്, അതിനെ റദ്ദ് ചെയ്യുന്നതാണ് സർക്കാരിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള നിയമ ഭേദഗതി. പുതിയ നിയമ ഭേദഗതി വന്നതോടുകൂടി ഒരു കമ്മീഷനും ഒരു സർക്കാരിനും ഒരു സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാത്ത രീതിയിലേക്ക് മാറി. റോളില്ല എന്ന് പറഞ്ഞാൽ അവകാശം മറ്റൊരാളിലേക്കാണ് എന്ന് കണ്ടെത്താനുള്ള സാധ്യതയില്ലാതെയായി. അപ്പോൾ ഒറിജിനൽ ആരാണോ ലാൻഡ് ഓണർ, ആരുടെ കൈവശമാണോ ഇപ്പോൾ ടൈറ്റിലുള്ളത്, ആർക്കാണോ ഇപ്പോൾ അവരുടെ ആധാരപ്രകാരം ഭൂമിയുള്ളത്, അവർക്ക് ടാക്സ് അടക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. അവരുടെ ഭൂമി അവരുടേതായിട്ട് കരം തീർത്ത്, അവരുടേതായിട്ട് തണ്ടപ്പേര് ചേർത്ത്, അവർക്കിടെ മ്യൂട്ടേഷൻ നടത്തി എല്ലാ നടപടികളും പൂർത്തീകരിച്ച് സിവിൽ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കണം, പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം. അതിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കാണിക്കുന്നത് ഒരു ഇരട്ടത്താപ്പ് നയമാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പൂർണ്ണമായും അതിൻ്റെ ഗുണഫലം, സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമ ഭേദഗതിയുടെ ഗുണഫലം ലഭിക്കാതെ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ റവന്യൂ അവകാശങ്ങളെല്ലാം സ്ഥാപിച്ചു കൊടുക്കും എന്ന് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. സമരം അവസാനിപ്പിച്ചത് അവർ അതിൻ്റെ പേരിലാണ്. അവർക്കെല്ലാ അവകാശങ്ങളും കിട്ടും. മാത്രമാണ് അത് തൽക്കാലത്തേക്കാണ്. തൽക്കാലത്തേക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ തൽക്കാലത്തേക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള നടപടി മാത്രമാണ്. സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കമ്മീഷനെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതല്ല, മറിച്ച് മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ആളുകൾക്ക് അവരുടെ കരമടക്കാനും ഭൂമി അവരുടേതായിട്ട് ഉപയോഗിക്കാനും കഴിയുന്ന നടപടി, റവന്യൂ നടപടി സർക്കാർ സ്വീകരിക്കണം.